ഹായ് ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NIOS സീനിയർ സെക്രട്ടറി മാത്തമാറ്റിക്സിലെ 11ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ളത്. ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ഈ വാക്കുകളുടെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ എന്നാണ്. അതായത് കുറച്ച് വസ്തുക്കളുണ്ട് നമ്മുടെ കയ്യിൽ, അതിനെ ഒരു നിശ്ചിത ഓർഡറിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് വസ്തുക്കളുണ്ട്, അതിനൊരു കൃത്യമായ ഓർഡറിൽ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അതിന് പറയുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത്. ഇനി കോമ്പിനേഷൻ എന്നുള്ളതോ, ഇറ്റ് ഈസ് ഓൾസോ എൻ അറേഞ്ച്മെൻറ്റ്. ഇതും ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കതിനെ സെലക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ സെലക്ഷൻ ഓഫ് ഐറ്റംസ് ഫ്രം എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ എന്ന് പറയും. അതായത് ഒരു കൂട്ടം വസ്തുക്കളിൽ നിന്ന് ചില വസ്തുക്കളെ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നത്, ചില പ്രത്യേക രീതിയിൽ സെലക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പെർമ്യൂട്ടേഷൻസ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുക എന്ന്. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ഇതിൽ പെർമ്യൂട്ടേഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു 5 പുസ്തകങ്ങളുണ്ട്. അതിന് ഞാൻ വ്യത്യസ്ത പേരുകൾ കൊടുക്കുന്നു. വേണമെങ്കിൽ ABCDE എന്ന് പറയുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്ന 5 പുസ്തകങ്ങൾ. ഈ 5 പുസ്തകങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്യുന്നു. ഈ ഷെൽഫിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ എനിക്ക് വെക്കാൻ കഴിയും എന്നാണ്, ആ എത്ര രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും എന്നതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ നിന്നും നമ്മൾ യാത്രയുടെ കേസ് എടുക്കുന്നു. നമുക്കൊരു ദൂര സ്ഥലത്തേക്ക് പോകാനുണ്ട്, പക്ഷെ അവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് ബസ്സോ ട്രെയിനോ ഇല്ല. മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ നിൽക്കുന്നത് A എന്ന സ്ഥലത്താണ്, C എന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. B എന്ന സ്ഥലത്ത് പോയതിന് ശേഷമേ നമുക്ക് C എന്ന സ്ഥലത്തോട്ട് പോകാൻ കഴിയൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ A എന്ന സ്ഥലത്ത് നിന്നും ബിയിലേക്ക് ഏതൊക്കെ രീതിയിൽ പോകാം, ബിയിൽ നിന്നും സിയിലേക്ക് ഏതൊക്കെ രീതിയിൽ പോകാം, ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റുകളെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ പെർമ്യൂട്ടേഷൻസ് എങ്ങനെ ഒരു മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്ന് നമുക്കതിന് ഒന്ന് നോക്കാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ഭാഗത്തിൽ പെർമ്യൂട്ടേഷൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൗണ്ടിങ് പ്രിൻസിപ്പളിൻ്റെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകണം. ഒരു ഉദാഹരണത്തിന് കോഴിക്കോടിൽ നിന്നും എനിക്ക് എറണാകുളത്തേക്ക് പോകണം. പക്ഷേ നേരിട്ട് പോകാൻ ഒരു ബസ് ഇല്ല എന്ന് കരുതുക. എനിക്ക് ആദ്യം തൃശ്ശൂരിലോട്ട് പോകണം, തൃശ്ശൂരിൽ നിന്നും പിന്നീട് എറണാകുളത്തോട്ട് പോകണം. ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് 2 ഇതുണ്ട്. A എന്ന് പറയുന്നത് കോഴിക്കോടാണ്, B എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരാണ്, C എന്ന് പറയുന്നത് എറണാകുളമാണ്. കോഴിക്കോടിൽ നിന്നും തൃശ്ശൂരിലേക്ക് എനിക്ക് 2 രീതിയിൽ പോകാം. അതായത് 2 ബസ് ഉണ്ട്, 2 ബസ് ഉണ്ട് എനിക്ക്. അതിലേതെങ്കിലും എനിക്ക് പോകാം. അതുപോലെ ഇവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും ഇങ്ങോട്ട് പോകാൻ 3 ബസ്സുകളുണ്ട് എന്ന് കരുതുക. അപ്പോൾ എനിക്ക് ഈ ബസ്സുകൾക്ക് വേണമെങ്കിൽ A, B എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ C, D, E എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ A എന്ന ബസ്സിൽ കയറി ഇവിടെ നിന്നും സിയിലോട്ട് പോകാം, അല്ലെങ്കിൽ A എന്ന ബസ്സിൽ കയറി ഡിയിലോട്ട് പോകാം, A എന്ന ബസ്സിൽ കയറി E എന്ന ബസ്സിൽ കയറാം. ഈ 2 രീതിയിൽ പോകാം. ഇനി അതല്ല എങ്കിൽ B എന്നുള്ള ബസ്സിൽ കയറി സിയിലേക്ക് പോകാം, B എന്നുള്ള ബസ്സിൽ കയറി ഡിയിലോട്ട് പോകാം, B എന്നുള്ള ബസ്സിൽ ഇവിടെ നിന്ന് കയറി ഇവിടെ E എന്ന ബസ്സിൽ കയറാം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് ഈ യാത്രകൾ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും വഴികൾ എൻ്റെ മുന്നിൽ ഉണ്ട്. ഈ ഏത് രീതിയിലും എനിക്ക് പോകാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഏത് രീതിയും എനിക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആകെ എത്ര വഴികളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഉള്ളത് 2 രീതികളും ഇവിടെയുള്ളത് 3 രീതികളാണ്. അങ്ങനെയെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണോ നമുക്ക് കിട്ടുന്നത്, അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്നുള്ളത്. എത്ര വഴികളുണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ
ആകെ ഉള്ളത് പരസ്പരം മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്കിവിടെ ഈ ഒരു ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇവൻ്റ് നടക്കുന്നു, ആ ഇവൻ്റ് നടക്കാൻ എം വേസ് ആണുള്ളത്. എം വേസ്, എം എന്ന് പറയുന്നത് ഏത് നമ്പറും ആകാം, എം വൈകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന അടുത്ത ഇവൻ്റ് അത് നടക്കാൻ എൻ വേസും ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഈ രണ്ട് ഇവൻറ്റും കൂടി നടക്കാൻ ബോത്ത് ദ ഇവൻറ്റ് ക്യാൻ ടുഗദർ ടേക്ക് പ്ലേസ് ഇൻ എം ഇൻറ്റു എൻ വേസ് എന്നുള്ളതാണ്. എത്രയാണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് കിട്ടും. ഇനി ഇതൊന്ന് നോക്കൂ, ഇതൊന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമ്പർ ഒന്ന് മാറ്റി ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്ക് എനിക്ക് 4 വഴികളുണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് എനിക്ക് 3 വഴികളുമാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ 4 എന്നുള്ളതാണ് എം, ഈ 3 എന്നുള്ളത് എൻ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്നുള്ളത് എം ഇൻറ്റു എൻ ആണ്. 4 ഇൻറ്റു 3 ഈക്വൽ ടു 12. അപ്പോൾ 12 വഴികളുണ്ട് എനിക്ക് ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ. ഇങ്ങനെ ഇതാണ് കൗണ്ടിങ് പ്രോബ്ലംസ് എന്നുള്ളത്. ഇനി ഇതിൽ നിന്നും ഞാൻ എങ്ങനെ ഇതിനെ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വസ്തുക്കളെ എങ്ങനെ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെയാണ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ടോട്ടൽ n ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ r നമ്പർ ഓഫ് ഒബ്ജക്ട്സിനെ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ടോട്ടൽ n നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, അത് എത്രയാകും? 10, 20, 4, 6 എത്രയും ആകാം. അതിൽ 6 ഒബ്ജക്ട്സുകളെ എനിക്ക് അറേഞ്ച് ചെയ്യണം. ഇതും ഒരു നമ്പറാണ്, എത്രയാണെന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ ടോട്ടൽ n ഒബ്ജക്ട്സുകളിൽ 6 നമ്പർ ഓഫ് ഒബ്ജക്റ്റുകളെ എനിക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര n മൈനസ് r പ്ലസ് 1, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്നുള്ളത്. അതായത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്രയാണോ നമ്മുടെ നമ്പർ ഉള്ളത് അതിൽ നിന്നും ഒന്ന് കുറച്ച് അത് ചെയ്യുക, അതിന് വേണ്ടി n മൈനസ് 2 ചെയ്യുക, ഇങ്ങനെ കുറച്ച് അവസാനം n മൈനസ് r പ്ലസ് 1 ഈ ഇത് എത്തുന്നത് വരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇത് ചെയ്യാനുള്ള റൂൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, n പി ആർ ഈസിക്കൽ ടു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര n മൈനസ് r പ്ലസ് 1 എന്നുള്ളത് എഴുതാം. ഇതാണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഏത് രീതിയിലുള്ള പ്രോബ്ലം വന്നാൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, പെർമ്യൂട്ടേഷൻസിൻ്റെ കൂടെ കോമ്പിനേഷൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നാഷണൽ അക്കാദമിയുടെ ഭാഗമാവുക, ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.